ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സ്ഥലങ്ങൾ, അവിടുത്തെ വിശേഷങ്ങൾ, കൗതുകമുണർത്തുന്ന ചില വ്യക്തികൾ, അവരുടെ വിശേഷങ്ങൾ, അങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ റൈഡിംഗ് റിപ്പോർട്ടർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാനുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം നമ്മളങ്ങ് പോകുന്നത് കടല് കടന്ന് ഷാർജയിലേക്കാണ്. നഗരമധ്യത്തിൽ നിശബ്ദമായ ഒരു കൊച്ചു കാടിന്റെ പ്രതീതി പകരുന്ന ഒരിടമുണ്ട്. അതാണ് അൽ നൂർ ദ്വീപ്. തിരക്കും ബഹളവും മാത്രമല്ല, വേനൽ ചൂടും ഈ ദ്വീപിലേക്ക് എത്തുന്നവരെ ശല്യം ചെയ്യുകയില്ല. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന നടവഴികളും ശില്പങ്ങളും അസ്തമയ കാഴ്ചയും കണ്ടിരിക്കാൻ പാകത്തിലുള്ള ഊഞ്ഞാൽ, നൂറുകണക്കിന് ചിത്രശലഭങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ. ഷാർജയിലെ അൽ നൂർ ഐലൻഡിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷാർജയുടെ നഗരമധ്യത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ നമ്മളെ സ്വാഗതം ചെയ്യുക കൂറ്റൻ കെട്ടിടങ്ങളല്ല, പ്രകൃതിയുടെ മനോഹാരിതയും ശാന്തതയുമാണ്. പക്ഷികളും മരങ്ങളും നിറഞ്ഞ ഷാർജയുടെ ആ അത്ഭുത പ്രദേശത്തേക്ക് പോകാം. സംഗതി സത്യമാണ്. ഷാർജയുടെ നഗരമധ്യത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപൂർവ പച്ച തുരുത്തുണ്ട്. അതാണ് അൽ നൂർ ഐലൻഡ്. ഷാർജയുടെ തിരക്കുകളിൽ നിന്ന് ഈ പാലം നടന്നു കയറുന്നത് വിശാലമായ മറ്റൊരു ലോകത്തേക്കാണ്. പ്രകൃതിയുടെ മനോഹര കാഴ്ചകളാണ് നമ്മളെ ഇനി സ്വാഗതം ചെയ്യുക. ഷാർജ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഥവാ ഷുറൂഖ് ആണ് ഈ തുരുത്തിനെ ഇന്ന് കാണുന്ന തരത്തിൽ പ്രകൃതിയും കലയും ഒരുപോലെ സമ്മേളിക്കുന്ന വിസ്മയ ലോകമാക്കി മാറ്റിയത്. 45,470 ചതുരശ്ര മീറ്ററാണ് ഈ തുരുത്തിൻ്റെ ആകെ വിസ്തീർണം. ഇവിടെ ഈ തുരുത്തിൻ്റെ സ്വാഭാവികത ഒട്ടും നഷ്ടപ്പെടാതെ എന്നാൽ കൂടുതൽ മനോഹരമാക്കി നിലനിർത്തിയിരിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എങ്ങനെ ലോകോത്തരമാക്കാം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ അൽ നൂർ ഐലൻഡ്. രണ്ടായിരത്തി 16 ഷുറൂഖ് ഈ ദ്വീപിനെ ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ കുളിരുകയാണ്. ോളം മരങ്ങളും ചെടികളുമുണ്ട് ഈ ഒരു ദ്വീപിൽ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ച് നട്ടുപിടിപ്പിച്ചവയാണിവ. ലോകോത്തര നിലവാരത്തിലാണ് ഇവയെ സംരക്ഷിക്കുന്നതെന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു കലവറ തന്നെയാണ് ഈ ഒരു അൽ നൂർ ദ്വീപ്. എൻ്റെ താഴെ കാണുന്ന ഈ ഒരു നടപ്പാതയ്ക്ക് 3.5 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. ഇതിലൂടെ ഇങ്ങനെ വൈകിട്ടൊക്കെ ഈ ഒരു നടപ്പാതയിലൂടെ ഇളങ്കാറ്റേറ്റ് സുഖമായി നടക്കാം. ഈ അൽ നൂർ ഐലൻഡിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് ഇനി കടക്കുന്നത്. പൂമ്പാറ്റകൾക്കൊരു മനോഹരമായ കൊട്ടാരമുണ്ട് ഇവിടെ, കാണാം. Butterfly house is their main attraction. So all these butterfly, they're coming from Philippines and Costa Rica as a pupa. That's why when we go inside, you feel the weather and the humidity because they're from tropical place. So the pupa, they need that humidity and that temperature to hatch. So if the temperature is high or too less, they will die from the pupa stage. And once they hatch from the pupa,
It takes from pupa stage. Sorry, it takes about 1 to 2 weeks to hatch, and when they hatch, it takes about 1 month, maximum 1 month. They will die. Inside we have 15 to 22 kinds of butterflies. As per, we have the blue morpho, we have owl butterfly, we have malachite, rusty tip page, we have great swallowtail, owl butterfly. What else is here? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേക കെട്ടിടത്തിനകത്താണ് ഈ ശലഭ വീട് ഒരുക്കിയിരിക്കുന്നത്. ഓസ്ട്രിയൻ കലാകാരനായ ആൻഡ്രേ ഹില്ലറാണ് ഈ മനോഹര നിർമ്മിതിക്ക് പുറകിലെ കലാകാരൻ. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്ന വ്യത്യസ്ത ഇനങ്ങളിലെ 100 കണക്കിന് ചിത്രശലഭങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ 2 ആഴ്ചയിലും എത്തിക്കുന്ന പ്യൂപ്പകൾ പ്രത്യേകം സജ്ജീകരിച്ച ചില്ലുകൂട്ടിൽ പരിപാലിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ചിറകു വിടർത്തുന്ന ചിത്രശലഭങ്ങൾ ശലഭ വീട്ടിലേക്ക് പറന്നിറങ്ങുന്നു. അതുമാത്രമല്ല, യുഎയിലെ ദേശാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അൽനൂർ ഐലൻഡ്. ലോകോത്തര നിലവാരത്തിലുള്ള ഒട്ടനവധി ഇൻസ്റ്റലേഷനുകളും ഈ അൽനൂർ ഐലൻഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. ഷാർജയുടെ ഇന്നലകളുമായി ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു കലാസൃഷ്ടിയാണിത്. പേര് ദ സ്വിങ്. പണ്ടുകാലങ്ങളിൽ മുത്തുവാരനായി കടലിൽ പോയിരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന എമിറാത്തി സ്ത്രീകളുടെ പ്രതീകമാണിത്. എമിറാത്തി കലാകാരനായ അസ അൽ ഗുബൈസിയാണ് ഈ ഒരു മനോഹര കലാസൃഷ്ടി തീർത്തിരിക്കുന്നത്. ഈ ഊഞ്ഞാലിൻ്റെ നിർമ്മാണവും അതിശയിപ്പിക്കുന്നതാണ്. 7 സ്റ്റീൽ പാളികൾ ഉപയോഗിച്ച് യുഎയുടെ സഹിഷ്ണുതയുടെ പ്രതീകമായ ഗാഫ് മരത്തിൻ്റെയും ഈന്തപ്പനകളുടെയും ഇലകൾ കൊത്തിയ കലാരൂപത്തിൽ പഴമയുടെയും പുതുമയുടെയും സമ്മേളനം കാണാം. പവിഴപ്പുറ്റുകൾ തേടി കടലിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി മടങ്ങി വരുന്നതും കാത്ത് സ്ത്രീകൾ തീരത്ത് കാത്തിരിക്കുമായിരുന്നു. ആ കാത്തിരിപ്പാണ് ഈ ഊഞ്ഞാലെന്ന കലാരൂപം ഒരുക്കാൻ പ്രേരണയായത്. കുടുംബങ്ങൾക്ക് ശാന്തമായിരുന്ന് ആസ്വദിച്ച് തിരിച്ചു പോരാവുന്ന ഇടം കൂടിയാണിത്. എന്തായാലും അല്പനേരം മനസ്സൊന്ന് തണുത്തു. ഇനി വീണ്ടും ഷാർജയുടെ നഗരത്തിരക്കുകളിലേക്ക്. ഷാർജയിൽ നിന്നും ശരച്ചിറകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ പ്രവാസ ജീവിതത്തിന്റെ തിരക്ക് മടിപ്പിക്കുമ്പോൾ ഒരു ഇത്തിരി നേരം അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ, നാടിന്റെ ഒരു ഓർമ്മയൊക്കെ പച്ചപ്പുമൊക്കെ കാണാനൊരു അവസരമാണ്. ഏതായാലും അൽനൂർ ഐലൻഡിലേക്ക് വെച്ച് പിടിക്കാൻ ധൈര്യമായിട്ട് അരുൺ പാറാട്ടാണ് റിപ്പോർട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും സുപരിചിതമായ, എല്ലാവരും പൊതുവെ പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ത്രില്ലാണ് അധികമാരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് വെച്ച് പിടിക്കുന്നത്, അല്ലേ? ആ ത്രില്ലുമായി പാലക്കാട് പന്നിയങ്കരയിലെ വാവുമല പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ യാത്ര തിരിക്കുകയാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്. കാടിന്റെ ഭംഗിയും കുന്നിൻമുകളിലെ ശാന്തതയും കാറ്റും ആകാശ കാഴ്ചകളും ഒക്കെ സമ്മാനിക്കുന്നുണ്ട് വാവുമല. പന്നിയങ്കരയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് യാക്കര പാലത്തിന് മുകളിലാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് 2 ഭാഗത്തും കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് ഇതല്ല പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് നേരെ പന്നിയങ്കരയിലേക്കാണ്. പന്നിയങ്കരയിൽ മനോഹരമായ ഒരു മല നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വാവുമല എന്നാണ് അറിയപ്പെടുന്നത്. അധികം സഞ്ചാരികളുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഇടമാണ്. പക്ഷെ അവിടെ ഒരു മനോഹരമായ ക്ഷേത്രമുണ്ട്. മനോഹരമായ കുറേ സമയം നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് യാത്ര ചെയ്യാം. അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ വാവുമല റൂട്ട് പിടിച്ചോ. പാലക്കാട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കുഴൽമന്ദവും ആലത്തൂരും ഒക്കെ കഴിഞ്ഞ് വടക്കഞ്ചേരിയും ഒക്കെ കഴിഞ്ഞ് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്ന്
വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ വാവുമലയിലേക്ക് എത്തേണ്ടത്. ഇനിയിപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്താണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അവിടെ നമ്മളെ കാത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ കണ്ണന്നൂർ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. നമുക്കറിയാം കണ്ണന്നൂരൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് ഈ ലുലു മോളിന്റെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ വേണം നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളിൽ വയലോരങ്ങളുണ്ട്, അതൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. ഇവിടെയുള്ള ആളുകൾക്ക് അതൊരു പരിചിതമായ യാത്രയാണ്. പുതിയ ആളുകൾക്ക്, ഇപ്പോൾ പാലക്കാടൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും. അപ്പം നമ്മുടെ വാമലയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ബൈക്ക് ഇവിടെ വരെ വരുള്ളൂ, നമുക്കിനി നടന്നു പോകണം. നമ്മുടെ ഇവിടുത്തെ ലേഖൻ ഹരിയേട്ടനുണ്ട്. അപ്പോൾ ഹരിയേട്ട, വാമല എന്ന് വെച്ചാൽ നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെയും കണ്ണമ്പ്ര പഞ്ചായത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശത്താണ് ഈ വാമല സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ഒരു ഒറ്റപ്പെട്ട ഒരു പാറപ്രദേശമാണ്. ഇതിന് മേലെയാണ് ഈ ഒരു പ്രതിഷ്ഠ കൂടിയുള്ളത്, ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും നല്ലൊരു സമയം കണ്ടെത്താനായിട്ട് നാട്ടിൻ്റെ ഈ പ്രദേശത്തുള്ളവരൊക്കെ വന്ന് കയറി ചെല്ലാറുണ്ട്. ഈ മലയ്ക്ക് ഒരു വാവുമല എന്ന് പേര് വരാൻ കാരണം എന്താണ്? വാവുമല എന്ന് പേര് പറയുന്നത് പണ്ട് വാവിന് മാത്രമാണ് ഇവിടെ ജനങ്ങൾ കയറി ഒരു ഉത്സവ പ്രതീതി കാടായി കിടന്ന സ്ഥലമാണല്ലോ. ആ സമയത്ത് മാത്രമാണ് പബ്ലിക് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ വാവുമല എന്ന് വന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ വാവുമലയ്ക്ക് മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ വളരെ മനോഹരമായൊരു പ്രദേശമാണ്. പന്നിയങ്കരയോട് ചേർന്ന് ഇത്ര ശാന്തമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. സത്യത്തിൽ വനത്തിന് സമാനമായ ഒരു മേഖലയിലൂടെ ഇവിടേക്ക് ഇങ്ങനെ നടന്നു വരിക, ആ ഒരു ക്ഷീണം കഴിയുമ്പോഴേക്കും നല്ല കാറ്റുമൊക്കെ ഉള്ളൊരു അന്തരീക്ഷം. സത്യത്തിൽ ടൂറിസം സാധ്യതകൾ ഏറെയുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ മാസത്തിൽ ഈ പ്രദോഷ ദിവസങ്ങളിൽ മാത്രം ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരുപാട് ടൂറിസം സാധ്യതകൾ ഈ പ്രദേശം ബാക്കി നിർത്തുന്നുണ്ട്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ വാവുമല. ഒട്ടേറെ ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. പണ്ട് ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ട് പോകുന്ന സമയത്ത് വിശ്രമിച്ച സ്ഥലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട്. നവകേരള സദസ്സിൽ ഞങ്ങളിവിടെ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇതിനൊരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി സർക്കാർ 1 കോടി രൂപയും അതുപോലെ MLA സുമോദേട്ടൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം 1.5 കോടി രൂപയും അതിന് ലഭിച്ചു. അങ്ങനെ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ 2.5 കോടി രൂപയാണ് ഈ വാവുമലയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുറസായ ഒരു സ്ഥലത്ത് ഇത്ര വലിയൊരു ശിവപ്രതിഷ്ഠ വളരെ അപൂർവമാണെന്നാണ് ക്ഷേത്രം ഭാരവാഹികളടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ഒരുപാട് ഒരു ജൈനമത സംസ്കാരത്തിൻ്റെ ബാക്കി അവശേഷിപ്പ് എന്നുള്ള തരത്തിലാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിപ്പമുള്ളൊരു ശിവലിംഗം ഈ ഓപ്പണായിട്ടുള്ള ഭാഗത്ത് കാണാൻ പ്രയാസമാണ്. അന്ന് ഈ ഒരു അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് ഇതുമായിട്ട് ആർക്കിയോളജിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ വന്ന് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു സായാഹ്നത്തിൽ ഒരു 5 മണിക്ക് ശേഷം ഇവിടെ നിത്യസന്ദർശകർ ഇഷ്ടം പോലെ വരാറുണ്ട്. കാരണം കന്യാകുമാരിയിൽ കാണുന്ന അസ്തമയം പോലെയാണ് നമ്മുടെ ഇവിടുന്ന് കാണുന്നത്. പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുതിരാൻ്റെ ഭാഗത്തേക്ക് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നത് തന്നെ നല്ല ഒരു ഭംഗിയാണ്. ശരീരത്തിനും മനസ്സിനും നല്ലൊരു കുളിർമയുള്ള ഒരു പ്രദേശം കൂടിയാണ് വാവുമല. അപ്പോൾ നമ്മൾ മാനസികമായി എന്ത് സംഘർഷത്തിലാണെങ്കിലും അതേപോലെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു വ്യായാമം. അതുപോലെ തന്നെ ഈ പ്രദേശം പുലർച്ചെ ആയാലും വൈകുന്നേര സായാഹ്നങ്ങളും എല്ലാം കുടുംബത്തോടൊപ്പം വന്ന് ചെലവഴിക്കാൻ കഴിയുന്ന നല്ല നിമിഷങ്ങൾ ഇവിടുന്ന് സമ്മാനിക്കും. ഇവിടെ ഒരു കുളം ഉണ്ടല്ലോ, അപ്പം കുളം എന്ന് പറയാൻ കഴിയില്ല, ഒരു ചെറിയ പാറമട. ഒരു കുട്ടി വർഷങ്ങൾ ഒരു 4-5 വർഷമാകും ഇവിടെ അവർ കളിക്കാൻ വന്നിട്ട് അതിനുള്ളിൽ തൊട്ട് മരണപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്
അതാണ് ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് മതിയായ അറിവില്ലാതെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വാവുമലയുടെ കാഴ്ചകൾ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അധികം ആളുകൾക്ക് അറിയാത്ത എന്നാൽ ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശം തന്നെയാണിത്. സത്യത്തിൽ ടൂറിസം വകുപ്പ് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആരംഭിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. കാരണം അത്രയധികം സാധ്യതകൾ ഇവിടെ ബാക്കിയുണ്ട്. അത് ഇനി വരും കാലങ്ങളിൽ നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തി ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കർഷകനെ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര. ഓരോ മാസവും ലക്ഷങ്ങളുടെ വരുമാനമാണ് കട്ടപ്പന വലിയ തോപ്പാള സ്വദേശിയായ ബിജു സ്വന്തമാക്കുന്നത്. എല്ലാ മാസവും കായ്ക്കുന്ന ആപ്പിൾ മുതൽ ലോകത്തെ ഏറ്റവും വില കൂടിയ ഫലവൃക്ഷത്തൈ വരെ ബിജുവിന്റെ മിറാക്കിൾ ഫാമിലുണ്ട്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കട്ടപ്പന വലിയ തോവാളയിലേക്കുള്ള നമ്മുടെ ഈ യാത്ര ഒരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ആള് നിസ്സാരക്കാരനല്ല. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡ് പലതവണ മേടിച്ചിട്ടുള്ള ബിജു മിറാക്കിൾ എന്ന് പറഞ്ഞ ആളെയാണ്. അദ്ദേഹത്തിന് ഒരു ഫാമുണ്ട്. ഫാമിൻ്റെ പേര് മിറാക്കിൾ ഫാം എന്നാണ്. ആ ഫാമിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളത് എന്ന് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. പിന്നെ ബിജു മിറാക്കിളിനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. വിജേട്ടാ നമസ്കാരം. നമസ്കാരം. വിജേട്ടാ, നിങ്ങളെപ്പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, പേരയ്ക്ക ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ. ഇത് ആപ്പിൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന 4 വെറൈറ്റി. ഇസ്രായേലിൻ്റെ അന്ന ഡോർസെറ്റ്, ഇന്ത്യയുടെ ട്രോപ്പിക്കൽ സമ്മർ സോൺ, പിന്നെ 25ഓളം വെറൈറ്റീസ് ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ട്രയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ റെഡ് ലവ് ഒക്കെ ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബെറ്ററെങ്കിൽ ഒരു ആപ്പിൾ കർഷകന് പെട്ടെന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഒരു വി വെട്ടുക, ഒരു ആപ്പ് ഒരു ചെത്തി ഇതിനകത്ത് വെച്ച് കെട്ടിയാൽ ഒരാഴ്ച കൊണ്ട് ആ ആപ്പിൾ വിത്ത് സെറ്റാക്കാം. അപ്പോൾ ഏത് ബെറ്ററെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ലതാണ്. എല്ലായിടത്തും കായ് പിടിക്കും. ചൂട് കാലാവസ്ഥ 45 ഡിഗ്രി കായ്ച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷം കൊണ്ട് എല്ലായിടത്തും തന്നെ കായലേക്ക് വന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മിറാക്കിൾ ഫാമിന്. പിന്നെ ഇത് വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഓറഞ്ചാണ്. 900 ഗ്രാം തൂക്കം വരും. നമ്മുടെ ഇവിടെ ഏകദേശം ഈ കളറാകുമ്പോൾ പറിച്ചിരിക്കണം. ഭയങ്കര ജ്യൂസിയാണ്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണ് ചേട്ടൻ ഈ ഫാം ഫീൽഡിലേക്ക് വരുന്നത്? ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാം തുടങ്ങാമെന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്? ഞാൻ 25 വർഷമായിട്ട് ഫോട്ടോഗ്രാഫറാണ്. ഗൾഫിലും ബോംബെയിലും ഒക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ അതിൽ നിന്ന് വന്ന് ഞാൻ കൃഷി മേഖലയിലേക്ക് ടച്ച് ചെയ്ത് ആപ്പിളിലേക്ക് വന്നു. ആപ്പിൾ ചൂട് കാലാവസ്ഥ കായ്ക്കുന്ന കണ്ടു. അങ്ങനെ കൗതുകത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ എല്ലാവിധ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സിൻ്റെ കൃഷി നമുക്കുണ്ട്. അത് നല്ല രീതിയിൽ എല്ലാത്തിനും ഫലമായി തുടങ്ങി. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2017 ഏറ്റവും മികച്ച കർഷകനാണ്. സംസ്ഥാനത്തെ 2019 കർഷകോത്തമയാണ് സംസ്ഥാന സർക്കാരിൻ്റെ. അത് നമ്മുടെ സുനിൽകുമാർ മന്ത്രിയിൽ നിന്ന് മേടിച്ച് 2020 കർഷക തിലകാണ്. 3 ലക്ഷം രൂപയും ട്രോഫിയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയിൽ നിന്ന് വാങ്ങി. അങ്ങനെ പിന്നെ ഒരു 10-28 അവാർഡുകൾ ഈ ഫാമിനുണ്ട്. നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാൻഡറിൻ എന്ന് പറയുന്ന ഓറഞ്ച് 100 അല്ലെങ്കിൽ 90 എന്നാണ് പറയുന്നത്. ഇത് ഒരു ക്രിക്കറ്റ് ബോൾ വലിപ്പത്തിലേ വരുള്ളൂ. ഭയങ്കര ടേസ്റ്റിയാണ്. 350 രൂപ സാധാരണ ഓറഞ്ചിന് 50 രൂപ വരെയുള്ളപ്പോൾ ഇതിന് 350 രൂപ ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ വലിയ തോട്ടങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് ഡയമണ്ട് ഗുവ എന്ന് പറയുന്ന റെഡ് ഡയമണ്ട് പേര, അതൊരു സൂപ്പർ ഹിറ്റാണ്. ജനങ്ങൾ സമ്മതിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ എല്ലാവർക്കും പറിച്ചു കൊടുക്കുകയാണ്, ഇവിടെ വിൽക്കുകയല്ല. ഒരു ഓറഞ്ച് ഉണ്ടായാലും അവരെ കൊണ്ട് വിളവെടുപ്പിച്ചിട്ട് ഒരു കമൻറ്റ് പറയിപ്പിക്കുക. അതാണ് മിറാക്കിൾ ഫാമിൻ്റെ പ്രത്യേകത. വിറ്റൊരു കാശ് മേടിയിട്ടില്ല, പക്ഷേ തൈകൾ വിൽക്കുന്നുണ്ട്. DTDC വഴി കൊറിയർ വഴികളാണ് ഞങ്ങളെല്ലാം കേരളത്തിലെല്ലാം ഇത് പാർസലായിട്ട് പോകുന്നുണ്ട്.
എക്സോട്ടിക്കൽ ഫ്രൂട്ട്സ് എല്ലാം അത് പീച്ച്, പിയർ, പ്ലം, ആപ്രിക്കോട്ട്, പേർസമൻ, അതുപോലെ തന്നെ സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി, അതുപോലെ തന്നെ ബെറി ഐറ്റംസ് എല്ലാം. അമേരിക്കയുടെ വിലോക്സി എന്ന് പറയുന്ന ബ്ലൂബെറി, ഏറ്റവും നല്ല ബ്ലൂബെറി ഉണ്ട്. പിന്നെ ഓറഞ്ച്, എല്ലാ വെറൈറ്റീസ്, എ ടു ഇസഡ് ഫ്രൂട്ട്സ് ഉണ്ട്, എ ടു ഇസഡ്. ഇത് മിറാക്കിൾ ഫാം ചെയ്യുന്ന എയർ പ്രൂണിംഗ് പോട്ട്. അപ്പോൾ ഇതൊരു രസത്തിന് വേണ്ടി ഇത് കണ്ടപ്പോൾ ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇത്രയും വലിയൊരു ടെക്നോളജിയും കൃഷി സംഭവവും ഇല്ല. കാരണം എയർ ഹോൾസ് ആയതുകൊണ്ട് കൃത്യമായ മഴക്കാലത്ത് എയറേഷൻ കറക്റ്റ് ആകുന്നതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന വളങ്ങളെ മൈന്യൂട്ടായ വേരുകൾ വിഘടിപ്പിച്ച് കൃത്യമായ സമയത്ത് എയറേഷനും വളവും കിട്ടും. ചെടിയുടെ വളർച്ച വളരെ മനോഹരമായിരിക്കും. ഈ നഷ്ടങ്ങൾ ഒഴിവാകും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാലത്തും ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കില്ല. പതുക്കെ വെള്ളം നിന്ന് റിലീസാവും. ഇത് മറ്റൊരു രാജ്യത്തിൻ്റെ ടെക്നോളജിയാണ്. ഞങ്ങളുടെ സ്ഥലമെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. അത് കട്ടപ്പനയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ വരുമ്പോൾ മിറാക്കിൾ ഫാം ഹൗസ് തന്നെയാണ് നമ്മുടെ ലൊക്കേഷനും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മിയാസാക്കി എന്ന ഇനത്തിൽപ്പെട്ട മാങ്ങയാണിത്. ഇതുപോലെ നിരവധി ഐറ്റംസ് ഇവിടെയുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണാം, വാങ്ങാം. എന്തായാലും ഈ ഫാം വന്ന് സന്ദർശിക്കുന്നത് ഒരു നഷ്ടമേ ആവില്ല. അനന്തുവിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ ഒരു കൗതുകത്തിന് തുടങ്ങിയാണ് ബിജു ചേട്ടൻ. പക്ഷേ അതിപ്പോൾ ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന ഒരു ഫാം ഹൗസായി മാറിയിരിക്കുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ആ ഫലവൃക്ഷങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയാണ്. അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പഴങ്ങൾ ഒക്കെ കാണാനുള്ള അവസരം കൂടിയാണ്. ഏതായാലും ബിജു ചേട്ടൻ്റെ ആ മിറാക്കിൾ ഫാമിലേക്ക് കൂടി സന്ദർശകർക്ക് പോകാം. അപ്പോൾ ഒരുപാട് പേർ കമൻറ്റ് വരുന്നുണ്ട്. അവരുടെ നാട്ടിലെ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ, മനോഹരമായ സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. ചേറും ചേറാടിയും പറയും പോലെ സന്ദർശകർ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ വൃത്തിയായി സൂക്ഷിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്.